ഹായ്, ഞാൻ ഷഫ്സിജി, വൈറ്റ് ഫോർട്ട് ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്കൂടി ചെയ്യാൻ പോകുന്ന ഡിഷ് ക്രഞ്ചി ബേക്ക്ഡ് ഫ്രഞ്ച് ടോസ്റ്റ് എന്നാണ്. സാധാരണ നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരു ക്രഞ്ചി ആയിട്ട് ബേക്ക് ചെയ്തിട്ട് ഒരു ഫ്രഞ്ച് ടോസ്റ്റ് നമുക്ക് കാണാം. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റിന് വേണ്ട ഒരു മിക്സറാണ് ആദ്യം തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി എഗ്ഗ് ചേർക്കുക, ഒരല്പം മിൽക്ക്, ഷുഗർ, ഒരു 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡർ, ഇത് വാനില എസൻസ് ആണ്. വാനില എസൻസ് ഒരു 1-2 ഡ്രോപ്പ്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ മിക്സർ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഇനി വേണ്ടത് കോൺഫ്ലെക്സ്. നമുക്ക് കോൺഫ്ലെക്സ് വെച്ചാണ് നമ്മളത് ക്രഞ്ചി ആക്കി എടുക്കുന്നത്. അത് നമ്മൾ കോൺഫ്ലെക്സ് കൈകൊണ്ട് ചെറുതായിട്ട് ഒന്ന് ഞെരടിയിട്ട് ശേഷമാണ് അത് നമുക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് ബ്രെഡ് അതിനകത്ത് ഡസ്റ്റായിട്ടിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഏകദേശം ഈ പരുവത്തിൽ ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണിത്. ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ആദ്യം മിക്സ് വെച്ചിരിക്കുന്ന മിക്സറിലേക്ക് ഡിപ്പ് ചെയ്യുക. നന്നായി ഡിപ്പ് ചെയ്ത ശേഷം ഈ കോൺഫ്ലെക്സിലേക്ക് നന്നായി ഡസ്റ്റ് ചെയ്തിട്ട് ട്രേയിലേക്ക് നമുക്ക് മാറണം. ഇതേ രീതിയിൽ ഓരോ പീസും നമ്മൾ കോൺഫ്ലെക്സിൽ ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രേയിലേക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ഇതേ രീതിയിൽ ഓരോ പീസും നമ്മൾ എഗ്ഗ് മിക്സറിനകത്ത് ബ്രെഡ് മുക്കി കോൺഫ്ലെക്സിനകത്ത് ഡസ്റ്റ് ചെയ്ത് ട്രേയിലേക്ക് സെറ്റ് ചെയ്യുക. ഇതിനുശേഷം നമുക്കത് ബേക്ക് ചെയ്യാനായിട്ട് പോകാം. ബേസിക്കലി നമുക്കത് ജസ്റ്റ് ഒരു 5-6 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുക്കാം. ക്രഞ്ചി ബേക്ക്ഡ് ഫ്രഞ്ച് ടോസ്റ്റ് ബേക്ക് ചെയ്ത് റെഡിയായി കഴിഞ്ഞു. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീല് കിട്ടുന്നത്. കാരണം ഇത് നല്ലൊരു ക്രഞ്ചി ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഇതിപ്പോൾ ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും ഈവൻ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ സമയത്തൊക്കെ പെട്ടെന്ന് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയും വളരെ ഇഷ്ടപ്പെട്ട് കുട്ടികൾക്ക് കഴിക്കാനും പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.